1986 ജൂൺ 11 കിങ് കൗണ്ടി, വാഷിംഗ്ടൺ. അന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു 40 വയസ്സുള്ള സൂസൻ സ്നോ. കിങ് കൗണ്ടിയിലുള്ള ഓബോൺ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലെ മാനേജറായിരുന്നു സൂസൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലുള്ള തലവേദന മാറാത്തതുകൊണ്ട് തന്നെ 2 പെയിൻ കില്ലർ ടാബ്ലറ്റ് കഴിച്ചതിനു ശേഷം അവർ കുളിക്കുന്നതിനായി ബാത്റൂമിനകത്ത് കയറി. 15 വയസ്സുള്ള ഹേലിയായിരുന്നു സൂസൻ സ്നോയുടെ മൂത്ത മകൾ. ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന ഹേലിക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് ടൈം ആയതുകൊണ്ട് തന്നെ അവൾക്കും റെഡിയാവണം. എന്നാൽ ബാത്റൂമിനകത്ത് കയറിയ സൂസൻ പുറത്തിറങ്ങുന്നില്ല. മാത്രമല്ല അകത്ത് ശബ്ദമൊന്നും കേൾക്കുന്നുമില്ല. പലതവണ വിളിച്ചിട്ടും സൂസൻ ഡോർ തുറക്കാതായതോടെ ഹേലി ഡോർ തള്ളി തുറന്നു. ആ സമയം നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന സൂസനെയാണ് അവൾ കണ്ടത്. ഹേലി ഉടനെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ മെഡിക്കൽ ടീം ആ വീട്ടിലെത്തുകയും സൂസനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. സിയാറ്റിലുള്ള ഹാർബർ വ്യൂ മെഡിക്കൽ സെന്ററിലായിരുന്നു സൂസനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. തലവേദനയൊഴിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന സൂസന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ഡോക്ടേഴ്സിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി. ആരായിരുന്നു സൂസൻ സ്നോയുടെ കൊലയാളി? 1986 അമേരിക്കയെ വിറപ്പിച്ച ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസിന്റെ അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു.